വീടും വീട്ടുകാരും എന്ന ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു കോവയ്ക്കയും കൊണ്ട് ഒരു മസാലക്കറി പോലെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കോവയ്ക്ക തോട്ടത്തു നിന്ന് പൊട്ടിക്കുകയാണ്. ആദ്യമായിട്ടാണ് കേട്ടോ പൊട്ടിക്കണത്. അപ്പോൾ അത് പൊട്ടിക്കുകയാണ്, എന്നിട്ട് നേരെ നമ്മൾ മസാലക്കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തണം. അപ്പോൾ നമുക്കിതാ കോവയ്ക്ക പൊട്ടിക്കാട്ടോ. കോവയ്ക്ക പൊട്ടിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതാ നമ്മളിവിടെ മസാലക്കറി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഇതിന് വലിയ പ്രത്യേകതയൊന്നുമില്ല, സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മസാലക്കറി പോലെയാണ്. അപ്പോൾ ഇതാ ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിലൊക്കെ നമ്മളിതാ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതയ്ക്കുകയാണ് കേട്ടോ. ചതച്ചിട്ടാണ് അതിലേക്ക് ഇടണത്. പിന്നെ സാധാരണ ഉണ്ടാക്കണ പോലെ എണ്ണയിലിട്ടിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കണത്. അത് എല്ലാവരും ചെയ്യണ പോലെയൊക്കെ തന്നെയാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് പറയണില്ല. ഇതിപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പൊട്ടിച്ചിട്ട് ഉണ്ടാക്കണം, അതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് വീഡിയോ എടുത്തതാട്ടോ. അപ്പോൾ അതാ നമ്മളിതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഇനി എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇടുകയാണ് കേട്ടോ. നമ്മുടെ മസാലക്കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ചൊക്കെയാണ്. തോട്ടത്തുനിന്ന് പൊട്ടിച്ച ഒരു കോവയ്ക്ക കൊണ്ടുണ്ടാക്കിയ മസാലക്കറി എന്നല്ലാതെ വേറൊരു പ്രത്യേകത ഇതിനില്ല കേട്ടോ. സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു മസാലക്കറി തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും